തൃശൂർ ചാലക്കുടിയിൽ യുഡിഎഫിനെതിരെ ഘടകകക്ഷികൾ രംഗത്ത്. യുഡിഎഫിന്റെ തീരുമാനങ്ങൾ ഏകപക്ഷീയമാണെന്നും ആവശ്യമായ പരിഗണന നൽകുന്നില്ലെന്നും ഘടകകക്ഷി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത തിരിച്ചടി നൽകുമെന്ന് ആർഎസ്പി, കേരള കോൺഗ്രസ്, സിഎംബി തുടങ്ങിയ ഘടകകക്ഷി നേതാക്കൾ ഓർമ്മപ്പെടുത്തി. ടീം യുഡിഎഫ് ഒറ്റക്കെട്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പറയുമ്പോഴും ഘടകകക്ഷികൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ലെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ചാലക്കുടിയിലെ ഘടകകക്ഷി നേതാക്കൾ അറിയിച്ചത് കോൺഗ്രസിൻ്റേത് ഏകപക്ഷീയമായ നിലപാടാണെന്നും മാടമ്പിത്തരമാണ് പുറത്തു കാണിക്കുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. കഴിഞ്ഞ 2 തവണ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ ഘടകകക്ഷികൾക്ക് വേണ്ടത്ര പരിഗണന യുഡിഎഫ് നൽകിയില്ല. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ചർച്ചകളിൽ പോലും തങ്ങളെ പങ്കെടുപ്പിച്ചില്ലെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അത് യുഡിഎഫിലെ 5 ഘടകകക്ഷികളുടെ പ്രതിനിധികളാണ് ഇവിടെ ഉള്ളത്. അർഹമായ പരിഗണന എന്ന് പറഞ്ഞാൽ ഒരു യുഡിഎഫ് എന്ന് പറഞ്ഞാൽ അതൊരു സംവിധാനമാണ്. അത് ഈ പറഞ്ഞ 7 കക്ഷികൾ ഉൾപ്പെടുന്ന അറിയേണ്ടതും അല്ലെങ്കിൽ ഞങ്ങളൊക്കെ യോജിപ്പിച്ച് നിർത്തേണ്ടതും യുഡിഎഫ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഒരു മാന്യത, ഒരു വലിയ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പുലർത്തുന്ന ഇല്ല എന്നുള്ളത് പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. സംഗതി നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ടീം യുഡിഎഫ് എന്ത് സുഖം കേൾക്കാൻ. വിഷയം കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും മുതിർന്ന നേതാക്കളെ അറിയിച്ചിട്ടും ഇവർ ഉറക്കം നടിക്കുകയാണെന്നും ആരോപണം ഉയരുന്നു. വേണ്ട പരിഗണനകൾ നൽകിയില്ലെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുതിർന്ന നേതാക്കൾ ഇടപെട്ടില്ലെങ്കിൽ ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിൽ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കില്ലെന്നും ബദൽ നടപടി സ്വീകരിക്കുമെന്നും ഘടകകക്ഷി നേതാക്കൾ അറിയിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.